കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജിമ്മൻ പോലീസിനെ ബാങ്ക് അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ശേഷം അയാളെയും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയക്കാരും ആ കാര്യം പറയുന്നുണ്ട്. 2 അജ്ഞാത മനുഷ്യന്മാര് ഒരു പോലീസുകാരനെ അറ്റാക്ക് ചെയ്തു. വിജിലന്റ് ആണ് അയാളെ രക്ഷിച്ചത്. ഇക്കാര്യം അവിടുത്തെ CCTVയിൽ നിന്നും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം കണ്ടിട്ട് കങ്ങും കിമ്മിനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാനില് ഇക്കാര്യം ഇല്ലായിരുന്നല്ലോ, നീ എന്തിനാ പോലീസുകാരനെ സംരക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോ കിമ്മും അതും നമ്മുടെ പ്ലാനില് ഉൾപ്പെട്ടത് തന്നെയാണ്. അതിന് കങ്ങും അതിനയാള് നമ്മുടെ വഴിക്ക് തടസ്സം നിൽക്കുന്ന ആളായിരുന്നില്ലേ. അതിന് കിമ്മും ഞാൻ അയാളെ മറ്റൊരു വിജിലന്റ് ആക്കി മാറ്റും എന്ന് പറയുന്നുണ്ട്. ശേഷം മീഡിയക്കാരെയും ജിമ്മൻ പോലീസിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെങ്കിലും അയാൾക്ക് ഇതുവരെ ബോധം വരാത്തത് കൊണ്ട് പോലീസുകാര് അവളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോഴേക്കും അവിടേക്ക് ജിമ്മൻ പോലീസിന്റെ സുപ്പീരിയറും അയാളെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മീഡിയക്കാർക്ക് നന്നായിട്ട് അറിയാം ഇയാളെ സാംഡോട് കൂടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. സുപ്പീരിയറും അയാളുടെ അവസ്ഥ വന്ന് കാണുന്നുണ്ട്. എന്തായാലും ഇയാള് അത്ര വേഗമൊന്നും എഴുന്നേൽക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇയാളുടെ ആൾക്കാരാണ് ആ ബാങ്കും കൂടെ വന്ന ആളും. അവരാണ് ജിമ്മൻ പോലീസിനെ അറ്റാക്ക് ചെയ്തത്. ഇയാളെങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കുകയും ചെയ്യും, തന്റെ നേർക്ക് വരികയും ചെയ്യുമെന്ന് പോലീസുകാരനെ നന്നായിട്ട് അറിയാം. ശേഷം അയാളും ഒരു പൊളിറ്റീഷ്യനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇവരെല്ലാവരും ഒരേ ഗ്യാങ്ങിൽ പെട്ടവരാണ്. ശേഷം സാംഡോ ബാങ്കിനെ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാ പണം തന്നത്? എന്തുകൊണ്ടാ അവരെ ആരും നീ കൊല്ലാത്തത്? ബാങ്കിന് ദേഷ്യം വരുന്നുണ്ട്. ഞാനിപ്പോ അത്ര നല്ല മൂഡിലല്ല, നിനക്ക് മരിക്കണം. ഞാൻ എന്റെ വഴിക്ക് കാര്യങ്ങൾ ചെയ്തോളാം. നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ് അയാളും വെച്ചിട്ട് പോകുന്നു. ബാങ്കും കൂടെയുള്ള ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അയാളുടെ മുറിവില് മരുന്ന് വെച്ച് കൊടുക്കുന്നു. വിജിലന്റിനോട് അയാൾക്ക് വലിയ ദേഷ്യം തോന്നുന്നുണ്ട്. ശേഷം ആ ക്യൂ കോയിന്റെ സെർവർ ഇരിക്കുന്ന സ്ഥലം അവിടെ സാംഡോയുടെ 2 ജോലിക്കാരൻ നിൽക്കുന്നുണ്ട്. അവരങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ആകെ തീ പിടിച്ചിരിക്കുന്നത് അവരും ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോ അത് വിജിലന്റ് ആണ് ചെയ്തത്. അവനും ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു ക്യൂ കോയിന്റെ സെർവറും മറ്റു കാര്യങ്ങളും എല്ലാം അവൻ നശിപ്പിച്ചു കളയുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പണവും എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ടൊരു അനാഥാലയത്തിലേക്ക് വരുന്നു. അവിടുത്തെ ബെല്ലോ അടിച്ച് അവിടെ ബാഗ് ഉപേക്ഷിച്ചിട്ട് കിമ്മും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീ വന്ന് നോക്കുമ്പോ ഒരു ബാഗ് നിറച്ചും പണം ഇരിക്കുന്നതാണ് അവരും കാണുന്നത്. ഈ ഒരു തീപിടിച്ച സ്ഥലത്തെക്കുറിച്ച് മീഡിയക്കാരെയും എല്ലാവരോടുമായി പറയുന്നുണ്ട്. അവിടുത്തെ ചുവരുകളിൽ വിജിലന്റ് ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്യൂ കോയിൻ എല്ലാം തന്നെ വിൽക്കും, എന്നിട്ട് ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷേ എല്ലാ പണവും കൊടുക്കുന്നതിന് മുന്നേ ആ സാംഡോയും പോലീസുകാരനും പോലീസിന് കീഴടങ്ങണം. ഇവിടെ തീപിടുത്തം ഉണ്ടാക്കിയത് വിജിലന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ക്യൂ കോയിന്റെ ഈ ഒരു സെർവർ ഇരിക്കുന്നത് അവരുടെ തന്നെ ഫൗണ്ടേഷനായ സേവോൾ ഫൗണ്ടേഷന്റെ മറ്റൊരു ശാഖ ഇരിക്കുന്നിടത്താണ്. അതുകൊണ്ട് ഈ ക്യൂ കോയിനും അയാളുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. ശേഷം ന്യൂസില് വിജിലന്റ് കഴിഞ്ഞ ദിവസം കുറച്ച് പണം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പൊക്കോണ്ടിരുന്നത്. കുട്ടികൾക്ക് ആഹാരം വാങ്ങിക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. വിജിലന്റ് ആണ് ഇവിടെ ഞങ്ങൾക്ക് പണം കൊണ്ട് തന്നത്. അത് വളരെ സഹായകരമായിരുന്നു. കുട്ടികൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ആ പണം ഉപയോഗിക്കും. ഇക്കാര്യം ബാങ്കും കൂട്ടാളിയും കാണുന്നുണ്ട്. ശേഷം സുപ്പീരിയറും വീട്ടിലിരിക്കുന്ന സമയം ആ സാംഡോ ഇയാളെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ എന്നെ ഒരുപാട് അങ്ങ് അകറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം കുറ്റങ്ങളെല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണല്ലേ. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. നമുക്ക് അകത്തേക്ക് പോയാലോ? നിങ്ങളുടെ കുട്ടികളോടും ഭാര്യയോടും ഒരു ഹലോ പറഞ്ഞിട്ട് പൊക്കോളാം. അതിനെ പോലീസുകാരനും സമ്മതിക്കുന്നില്ല. നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം. സാംഡോ, നിങ്ങളുടെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ക്യൂ കോയിന്റെ ഫണ്ട് മുഴുവൻ പോകുന്നത് ഏത് പൊളിറ്റീഷ്യൻ ആണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം എന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പദ്ധതി നടക്കില്ല. നിങ്ങളെ ഞാനും എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും. അതിന് പോലീസുകാരനും നീ എന്നെ ഭീഷണിപ്പെടുത്താനാണോ ഇവിടേക്ക് വന്നത്? നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ഒരു തെറ്റും കൂടാതെ നോക്കി നടത്തേണ്ടത് നിന്റെ കടമയായിരുന്നു. നീ അത് പാലിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ വിജിലന്റിനെ എങ്ങനെയെങ്കിലും നിർത്താനായിട്ട് നോക്ക്. അത് മാത്രമേ ഇപ്പോഴൊരു വഴിയുള്ളൂ. സാംഡോയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. സാംഡോയും തനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വിജിലന്റിനെ പിടികൂടണം എന്ന ചിന്തയാണ്. എന്തായാലും തീർച്ചയാണ് ആ മീഡിയക്കാരിക്ക് വിജിലന്റിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാം. അവളെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ എളുപ്പമായിരിക്കും. ശേഷം ആ വിജിലന്റ് കത്തിയെരിച്ച സ്ഥലം വിജിലൻസ് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനെ വന്ന് കാണുന്നുണ്ട്. ആ മീഡിയക്കാരിക്കും വിജിലന്റിനുമായി എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ വാങ്ങിക്കാനായി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിജിലന്റ് പണം കൊണ്ടുവച്ച ആ ഒരു അനാഥാലയമാണ്. അവിടുത്തെ ആ സ്ത്രീയും പുറത്ത് പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ബാങ്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അവളെ അറ്റാക്ക് ചെയ്യുന്നു. ശേഷം പോലീസ് അക്കാഡമിയിൽ കിമ്മും ഇരിക്കുന്ന സമയം അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ഒരുപാട് വിജിലന്റ് കോപ്പി കാറ്റ് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവര് നിരപരാധികളായിട്ടുള്ള ആരെയും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. വിജിലന്റ് ഒരു അനാഥാലയത്തിലെ കുട്ടികളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ അനാഥാലയത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അവിടുത്തെ ആ സ്ത്രീയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിജിലന്റിനോട് കടുത്ത പ്രതികാരമുള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോ കിമ്മിനും ദേഷ്യം വരുന്നു. ശേഷം കിമ്മിനും ഒരു കോള് വരുന്നുണ്ട്. ഇവനും ഹോസ്റ്റലിലായിരുന്നു. ആ ഒരു ഫോണും എടുത്ത് അവൻ പുറത്തേക്ക് പോകുന്നു. ഇക്കാര്യം അവന്റെ കൂട്ടുകാരനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കിമും ടെറസിലേക്ക് പോയി കാങ്ങിനെ വിളിക്കുന്നുണ്ട്. ആ ഭ്രാന്തന്മാര് വിജിലന്റിനെ എങ്ങനെയെങ്കിലും പിടിക്കുമെന്ന വാശിയിലാണ്. ഇനിയും നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അവർ കൊലപ്പെടുത്തുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ആ മീഡിയക്കാരെ നോക്കിക്കൊള്ളണം. എന്തായാലും അവര് അവളെ തിരക്കി അവിടേക്ക് വരുന്നതായിരിക്കും. ഇവനിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അവന്റെ കൂട്ടുകാരനും കാണുന്നു. കങ്ങും മീഡിയക്കാരിയുടെ ആ ഒരു ഓഫീസിന്റെ പാർക്കിങ്ങിൽ വെച്ചിരിക്കുന്ന CCTV നോക്കുമ്പോ ആ ഒരു സാംഡോയുടെ ആൾക്കാര് അവളെ തിരക്കി അവിടേക്ക് വരുന്നതായി അവന് മനസ്സിലാകുന്നുണ്ട്. ഇക്കാര്യം മീഡിയക്കാരും കാണുന്നുണ്ട്. അവളെ തിരക്കി അവിടേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അവൾ അതിന് മുന്നേ തന്നെ അവിടെ
പല ഭാഗത്തായി ക്യാമറ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരിടത്ത് വിളിച്ചു നിൽക്കുന്നു. ആ ഗുണ്ടകൾ വന്ന് നോക്കുമ്പോ അവൾ അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല. വിജിലന്റും സേവോൾ ഫൗണ്ടേഷനിലേക്ക് എത്താനായിട്ട് നിൽക്കുന്ന സമയമാണ് മീഡിയക്കാരി ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അവനും അതെടുത്ത് നോക്കുമ്പോഴാണ് മീഡിയക്കാരി ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് അവിടെ നടക്കുന്നതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഗുണ്ടകൾ വന്ന് അവിടെ എല്ലാം നശിപ്പിക്കുന്നതും എല്ലാം വീഡിയോ എടുക്കുന്നു. ആൾക്കാർ മുഴുവൻ അത് കാണുന്നുണ്ട്. പോലീസുകാരും കാണുന്നുണ്ട്. ആ ഗുണ്ടകൾക്കും മീഡിയക്കാരി ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അവരും അത് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ക്യാമറ മുഴുവൻ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നു. അതിലൊരാള് മീഡിയക്കാരിയും കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റു ഗുണ്ടകളും അവളെ പിടികൂടുന്നുണ്ട്. അയാളും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണ് പിടിച്ചു വാങ്ങിച്ചു നശിപ്പിക്കുന്നു. കിമ്മും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൻ അറിയില്ല. ആ സമയമാണ് അവിടേക്ക് മറ്റൊരു വിജിലന്റ് വരുന്നത്. അത് കങ്ങായിരുന്നു. അവൻ അവിടേക്ക് വന്ന് അവിടെ എല്ലാവരെയും ഒരു ബാറ്റ് വെച്ച് അടിച്ചിടുന്നുണ്ട്. ശേഷം പോലീസുകാരും അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ടകളെല്ലാം തന്നെ അവിടെ നിന്ന് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. പോലീസുകാരും മീഡിയക്കാരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇക്കാര്യം ടാക്സിയിൽ വന്ന കിമ്മം ശ്രദ്ധിക്കുന്നു. അവൾക്കൊന്നും പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അവന് സമാധാനമായത്. പോലീസുകാരനും അവൾക്കും വിജിലന്റിനുമായി എന്താണ് ബന്ധമെന്നും അവൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു മറുപടിയും തന്നെ അയാൾക്ക് കൊടുക്കുന്നില്ല. ശേഷം അവൾ വീട്ടിൽ വന്ന് കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ കറണ്ട് പോകുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. ശേഷം വിജിലൻസ് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനും പോലീസ് അക്കാഡമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് കിമ്മിനെ അന്വേഷിച്ചാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവനെ ചോദ്യം ചെയ്യുന്ന സമയം പ്രൊഫസറും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പോലീസുകാരനും വി ന്യൂസ്, അതായത് മീഡിയക്കാരിയുടെ ന്യൂസ് ചാനൽ, അത് അറ്റാക്ക് ചെയ്തത് നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ആ സമയം നീ എവിടെയായിരുന്നു? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നീ എന്നോട് പറയണം. അതിന് കിമ്മും ഇതെന്റെ സ്വകാര്യ ജീവിതമല്ലേ, അത് നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന് ഇത് കൂടിയേ തീരൂ. പക്ഷെ കിമ്മ് അവരോടൊന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാനൊരു സസ്പെക്ട് ആണ് എന്നതിന്റെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അതിന് പോലീസുകാരനും മുമ്പത്തെ ടീം ലീഡറിനെ നീ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നിന്റെ രൂപം വിജിലന്റിനെ പോലെ തന്നെയാണ്. ആ ക്രൈംസിന് ഉപയോഗിക്കുന്ന ഫോണ് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഒരു തവണ ഓൺ ആയത്. അതുകൊണ്ട് നീ സത്യം പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയം അവന്റെ പ്രൊഫസറും അത് തടയുന്നുണ്ട്. ഇതൊരു സ്കൂളാണ്. അവൻ തെറ്റുകാരനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്റ്റുഡന്റിനെയും നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. അയാളും ഗിമ്മിനോട് ഇത് നിന്റെ അവസാന ചാൻസ് ആണ്, നീ ഒന്നും സംസാരിക്കില്ലല്ലേ? അതിനവനും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. പോലീസുകാരനും പ്രത്യേകിച്ച് ഒരു തുമ്പും കിട്ടാതെ അവിടെ നിന്ന് പോകുന്നു. കൂടെ വന്ന പോലീസുകാരനും മറ്റേ പോലീസുകാരനോട് അയാളാണ് വിജിലന്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു ക്രൈം നടക്കുന്ന സമയം ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടായിരുന്ന പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ ഈ ലൊക്കേഷനിൽ ആ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ആരോ അത് അബദ്ധത്തിൽ ഓൺ ആക്കിയതാണ്. അതുകൊണ്ട് അവനെ എനിക്ക് നല്ല സംശയമുണ്ട്. അത് മാത്രല്ല അജിമ പോലീസ് ഇവനെ ഒരു തവണ കാണാനും വന്നിട്ടുണ്ട്. ഇപ്പോഴും അയാള് അബോധാവസ്ഥയിലാണോ ആണെന്ന് മറ്റേ പോലീസും ഇതുവരെ ആൾ എഴുന്നേറ്റിട്ടില്ല. ശേഷം ആ പോലീസുകാരനും ജിമ്മൻ പോലീസിനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ തന്നെ പരിചയമുണ്ട്. ഇവർ സുഹൃത്തുക്കളായിരുന്നതാണ്. നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? എന്റെ ഡ്യൂട്ടി ഞാൻ എന്തായാലും ചെയ്യും. മറ്റൊരു പോലീസുകാരന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പോകും. ആ സമയം ജിമ്മൻ പോലീസിനും ബോധം വന്നിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. അയാൾ പറഞ്ഞതെല്ലാം തന്നെ ജിമ്മൻ പോലീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ശേഷം പോലീസ് അക്കാഡമിയാണ് കാണിക്കുന്നത്. നമുക്കൊരു ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, നമുക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയാലോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ കിമ്മിനും തനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഒഴിയുന്നുണ്ട്. പക്ഷെ അവന്റെ കൂട്ടുകാരന് അവനിൽ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അവനും കങ്ങിനെ കാണാനാണ് പോയിരിക്കുന്നത്. മീഡിയക്കാരെ രക്ഷിച്ചതില് കങ്ങിനോട് നന്ദി പറയുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് കങ്ങൻ ചോദിച്ചു നിൽക്കുന്ന സമയമാണ് കിമ്മിനും ഒരു കോള് വരുന്നത്. അവന്റെ കൂട്ടുകാരനാണ് വിളിക്കുന്നത്. അവന്റെ പോലീസ് അക്കാഡമിയില് പോലീസുകാർക്ക് സെർച്ച് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. അങ്ങനെ അവര് അവരുടെ ഹോസ്റ്റലും പ്രൊഫസറുടെ ഓഫീസും മുഴുവൻ പരിശോധിക്കുകയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും പ്രൊഫസറുടെ കൂടെ നിൽക്കണം, അയാളെ സഹായിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശേഷം മറ്റൊരു പോലീസുകാരനും ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് ഓൺ ചെയ്ത ഫോണ് അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അത് ശരിക്കും ഈ ഒരു ബിൽഡിംഗിന്റെ ഒരു മുറിയിലാണ് ഉണ്ടായിരുന്നത്. ആ പോലീസുകാരനെ വന്ന് നോക്കുമ്പോൾ അത് ഈ പോലീസ് അക്കാഡമിയുടെ പ്രസിഡന്റിന്റെ ഓഫീസായിരുന്നു. ശരിക്കും പോലീസ് അക്കാഡമിയുടെ പ്രസിഡന്റ് ജിമ്മ പോലീസിന്റെ സുപ്പീരിയർ ആയിരുന്ന ആ പോലീസുകാരന്റേതാണ്. അതായത് ആ സാംഡോന്റെ കൂട്ടാളിയായ പോലീസുകാരന്റെ റൂം ആയിരുന്നു അത്. മറ്റു പോലീസുകാരനും പറയുന്നുണ്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യണോ, പെർമിഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ പോലീസുകാരനും ആ ഒരു റൂം ചവിട്ടി തുറക്കുന്നുണ്ട്. കിമും എന്റെ സ്കൂള് പോലീസുകാര് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യൂ കോനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോണ് ആ ഒരു സ്കൂളിൽ വെച്ച് ഞാൻ ഓൺ ചെയ്തു. അത് മനഃപൂർവ്വം തന്നെയാണ് ആ സുപ്പീരിയറിന്റെ റൂമിൽ വെച്ച് ഓൺ ആക്കിയത്. ഇപ്പൊ അവർക്ക് അതിനുള്ള തെളിവ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. പോലീസുകാരനും ആ ഒരു മൊബൈൽ ഫോൺ അവിടെ നിന്ന് കണ്ടെടുക്കുന്നു. അപ്പോഴാണ് ആ സുപ്പീരിയർ പോലീസ് ഓഫീസർ അവിടേക്ക് വരുന്നത്. ഇത് നിങ്ങളുടെ ഫോണാണോ എന്ന് ആളും ചോദിക്കുമ്പോ സുപ്പീരിയറും നിനക്ക് എന്താ വേണ്ടത്? അതിന് പോലീസുകാരനും ഈ ഒരു കേസിന്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് എനിക്കറിയണം. നിങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഞാൻ തന്നേക്കാം. അതുവരെ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നു. ആ പോലീസുകാരന് എന്തൊക്കെയോ അറിയാമെന്ന് മനസ്സിലാക്കിയ സുപ്പീരിയർ അയാളെ കൊല്ലാനായി ആൾക്കാരെ ഏർപ്പെടുത്തുന്നു. അങ്ങനെ പോലീസുകാരനും അവിടെ നിന്ന് പോകുന്ന സമയം ഒരു വലിയ ട്രക്ക് വന്ന് അയാളുടെ കാറിനെ ഇടിക്കുന്നു. ആ പോലീസുകാരനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ജിമ്മൻ പോലീസിനും ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാളും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോ തന്നെ എക്സസൈസും ചെയ്യുന്നു. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരനും വിജിലൻസ് കേസ് അന്വേഷിച്ചിരുന്ന ആ ഒരു
ഒരു പോലീസുകാരൻ ആക്സിഡന്റിൽ മരിച്ച കാര്യം ജിമ്മും പോലീസിനോട് വന്ന് പറയുന്നത്. ഇക്കാര്യം അയാൾക്ക് വല്ലാതെ ഷോക്കിംഗ് ആയിരുന്നു. കിമ്മും ഇക്കാര്യം അറിയുന്നുണ്ട്. അയാൾ മരിച്ചു, തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ആ ഒരു സുപ്പീരിയറിനെ ഇനി പിടികൂടാനാവില്ല. ശേഷം ബാങ്കിനെയും കൂട്ടാളിയുമാണ് കാണിക്കുന്നത്. നേരത്തെ മീഡിയക്കാരുടെ വീട് ആരോ അറ്റാക്ക് ചെയ്തതായി നമ്മളെ കാണിച്ചിരുന്നു. അത് ശരിക്കും ബാങ്ക് ആയിരുന്നു. അയാളാണ് മീഡിയക്കാരെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ശേഷം ജിമ്മ പോലീസും അയാൾ റിക്കവർ ആയതിനു ശേഷം കിമ്മിനെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. കിമ്മും ഞാനല്ല ആ പോലീസുകാരനെ കൊന്നത്, ഞാൻ ചെയ്തത് ആ ഒരു സുപ്പീരിയറിനെതിരെയുള്ള തെളിവ് കണ്ടെത്താനായി ആളെ സഹായിച്ചതാണ്. ജിമ്മും പോലീസും കിമ്മിനൊട്ടൊരു ഇടി കൊടുക്കുന്നുണ്ട്. നിന്നോട് ഞാൻ നിർത്താനായിട്ട് പറഞ്ഞതല്ലേ, ആ പോലീസുകാരൻ മരിച്ചത് അയാളൊരു നല്ല പോലീസുകാരനായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അവരെ എല്ലാവരെയും കൊല്ലാമെന്ന തീരുമാനം ഞാൻ മാറ്റി. ജിമ്മ പോലീസും എടാ അവര് നിന്നെ ഒരു ദയവുമില്ലാതെ കൊന്നുകളയും, ഒരുത്തനും ചോദിക്കാൻ വരില്ല, നീ മരിച്ച ആരും അറിയുകയുമില്ല. അതിനവനും അതൊന്നും എനിക്ക് വേണ്ട. വിജിലന്റ് ജയിച്ചോ തോറ്റോ ഇതൊന്നും വേണ്ട, ആരെങ്കിലും ഒരാളെങ്കിലും ഇത് അറിഞ്ഞിരിക്കുമല്ലോ, അത് മതി എനിക്ക്. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ നിർത്തണമെങ്കിൽ എന്നെ ഇപ്പൊ കൊല്ലണം, എനിക്ക് ഇത് ചെയ്യാതിരിക്കാനാവില്ല. നിങ്ങൾ എന്നോട് നീതിന്യായ വ്യവസ്ഥ കൊണ്ട് അവരെ പൂട്ടാനാകുമെന്ന് പറഞ്ഞിരുന്നതല്ലേ, ഇപ്പോൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. നീതി കൊണ്ട്, ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥ കൊണ്ട് കൊലപാതകൾക്ക്, കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.